സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇതേ ഗെയിമർ നിങ്ങൾ കണ്ടുപിടിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്നെത്തിയിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയൽ ഗൈഡ് പാർട്ട് 12 ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് നമ്മൾ സർവൈവൽ സീരീസ് നിങ്ങൾ കണ്ടു കാണും. അതിന് ഞാൻ ചെറിയൊരു നമ്മുടെ എന്തായാലും പേര് നമ്മുടെ ബ്രീഡർ ഫാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ആ ബ്രീഡർ ഫാമിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ നിങ്ങൾ കണ്ടായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ബ്രീഡർ ഫാം സെറ്റ് ചെയ്തപ്പോൾ ലൈക്ക് കുറേ സമയം എടുത്തായിരുന്നു ചെയ്യാൻ വേണ്ടി. ഞാനപ്പോൾ അതിന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുവാണ് അതിന് വേണ്ടിയുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. സോ നമുക്ക് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡേ ആയിക്കോട്ടെ. ഇതെന്ത് മഴ മാറത്തില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ബ്രീഡർ ഫാം എന്ന് വെച്ചാൽ വൺ ഓഫ് ദ എഫിഷ്യൻറ്റും ഈസിയസ്റ്റും ആയിട്ടുള്ളൊരു ബ്രീഡർ ഫാം ആണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം, മറ്റേ പലരും കാണിക്കുന്ന പോലത്തെ വലിയ പരിപാടിയൊന്നുമില്ല, എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ആൻഡ് ഇത് വർക്കിംഗ് ആണെന്ന് ഞാൻ തെളിയിച്ചിട്ട് ഞാനത് വീണെടുത്തുള്ളൂ. ലാസ്റ്റ് വീഡിയോയ്ക്ക് അത് എന്നോട് കുറേ പേര് പറഞ്ഞു, നീ എന്ത് കാണിച്ചത്, നീ ഇപ്പം മറ്റേ ബ്രീഡ് ഫാമിനകത്ത് നീ ആ കൊച്ചൊന്നും മറ്റേ അവന്മാരുടെ ബ്രീഡ് ആവുന്നൊന്നും കാണിച്ചില്ലെന്ന് പറഞ്ഞു. ഇത് ഞാൻ എന്തായാലും ബ്രീഡ് ആവുന്നവരെ കാണിച്ചിരിക്കും. അപ്പം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഓഫൻസ് വേണം, നമുക്ക് ഏതാണ്ട് 24ഓളം ബ്ലോക്ക് വേണം. നിങ്ങൾക്ക് ഏത് ബ്ലോക്ക് വേണമെങ്കിലും എടുക്കാം. 24 ബ്ലോക്ക് മതി. 24 ബ്ലോക്ക് വേണം. അതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രീഡ് ഫാം മുകളിലേക്ക് പൊക്കാനുള്ളതാണ്. 4 വെച്ചാണ് പൊക്കുന്നത്, കാണിച്ചു തരാം. പിന്നെ അതുപോലെ 4 വൈറ്റ് ബെഡ് വേണം. വൈറ്റിൽ ഏതെങ്കിലും ബെഡ്, 4 ബെഡ് വേണം. പിന്നെ അതിൻ്റെ കൂടെ 4 കാർപ്പറ്റ്. ആൻഡ് ഇഫ് നിങ്ങൾ ബെഡ്റോക്ക് എഡിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 8 കാർപ്പറ്റ് വേണം. ഇവിടുത്തെ പോയി 8 കാർപ്പറ്റ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ജാവ എഡിഷൻ എന്ന് പറഞ്ഞാൽ പി സി എഡിഷൻ ആണെങ്കിൽ, പി സി കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 4 എണ്ണവും, മൊബൈലിൽ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 8 എണ്ണം വേണം. കാരണം നിങ്ങൾ മൊബൈലിൽ കളിക്കുമ്പോൾ ഈ സാധനം അവന്മാർ നമ്മളവിടെ വച്ചിട്ട് ഇവന്മാർ പുറത്തിയാളായിരിക്കാണ് നമ്മൾ വെക്കുന്നത്. പക്ഷേ ചില സമയത്ത് ഇവന്മാർ പുറത്തിയാളി പോകാറുണ്ട് ബെഡ്റോക്ക് എഡിഷനിൽ. ജാവ എഡിഷൻ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. സോ നമുക്ക് എന്തായാലും നിങ്ങൾ മൊബൈൽ എഡിഷനാണ് കളിക്കുന്നതെങ്കിൽ അതിനകത്ത് 8 എണ്ണം വേണം. പി സി എഡിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 4 മതി. ആൻഡ് നമുക്ക് പിന്നെ വേണ്ടത് വില്ലേജറാണ്. 2 വില്ലേജറിനെ മതി. 2 വില്ലേജർ. നമുക്കൊരു 5 ട്രാപ്പ് ഡോർ ആണ്, ഏതെങ്കിലും ടൈപ്പ് ഓഫ് ട്രാപ്പ് ഡോർ, 4 ഓക്സ് ലാബ്, പിന്നെ കുറച്ച് ടെമ്പററി ആയിട്ട് ഞാനിപ്പം വേറെ ഡേർട്ട് എടുത്തതെന്ന് വെച്ചാൽ എന്തെങ്കിലും ബ്ലോക്കിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. അതായത് നമുക്ക് മര കയറ്റാനുള്ള ബ്ലോക്കിനാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. സോ ഞാൻ വച്ചു തുടങ്ങുകയാണ്. നമുക്ക് ആദ്യം വെക്കണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഗ്ലാസ് ആണ് വെക്കുന്നത്. ഇങ്ങനെ ഈ ഒരു നടുക്കൊരു ഹോൾ വിട്ടിട്ട് 4 എണ്ണം വെച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് മുകളിലേക്ക് 4 എണ്ണം വെച്ച് പൊക്കുക. 2, 3, 4. ഓക്കെ, ഇതുപോലെ അപ്പുറത്ത് പൊക്കുക, ചുറ്റിനും പൊക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ മുകളിൽ സ്ലാബ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഈ ഒരു ഫെൻസിൻ്റെ അകത്ത് സ്ലാബിൻ്റെ നടുക്കായിട്ട് നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഫെൻസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ സാധനം ഇങ്ങനെ ഇരുന്നോളും. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ നമ്മുടെ സ്ലാബിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരു ബെഡ് വെച്ച് കൊടുക്കുക. അതിങ്ങനെ ചുറ്റിനും ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുക. അപ്പോൾ ഇച്ചിരിയും കൂടെ ഇതായിട്ട് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നടുക്ക് ഈ ഫെൻസിൻ്റെ അങ്ങോട്ട് നോക്കിയിട്ട് 2 ടെമ്പററി ആയിട്ട് 2 ബ്ലോക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് ട്രാപ്പ് ഡോർ വയ്ക്കാനാണ്. ട്രാപ്പ് ഡോർ എടുക്കുക. ട്രാപ്പ് ഡോർ ഈ മുകളിൽ വെച്ചിരിക്കുന്ന ബ്ലോക്കിൻ്റെ ഏറ്റവും താഴത്തെ വശം നോക്കി വെച്ച് കൊടുക്കുക. 4 വശത്തും വെച്ച് കൊടുത്തിട്ട് പ്രിന്റ് കൊടുക്കട്ടെ, ഒന്നില്ല. ഓക്കെ, എന്നിട്ട് നടുക്കത്തെ 2 പൊടിച്ചളയാം. എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ നമ്മുടെ കാർപ്പറ്റ് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, പി സി കളിക്കുന്നവരാണെങ്കിൽ 4 എണ്ണവും, ബെഡ്റോക്ക് കളിക്കുന്നവരാണെങ്കിൽ 8 എണ്ണമാണ്. നിങ്ങൾക്ക് 8 എണ്ണം നിങ്ങൾ എടുത്തോ. 8 എണ്ണം വെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തേക്ക് ഇങ്ങനെ. കാരണം ചിലപ്പോൾ അമ്മ ഇങ്ങനെ പുറത്തേക്ക് ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്തായാലും ഞങ്ങൾ ചെയ്യുന്നില്ല, കാരണം അമ്മ പുറത്തേക്ക് പോകത്തില്ലെന്നാണ് വിശ്വാസം. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവന്മാരെ കയറാനുള്ളൊരു വഴി സെറ്റ് ചെയ്താൽ മതി. പരിപാടി നമുക്ക് തീരും. അതായത് ഇവന്മാരുടെ ബെഡ് കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അമ്മമാർക്ക് ബെഡ് റീച്ച് ആവണമെന്നേ ഉള്ളൂ. ഇങ്ങനെ കയറി അമ്മമാർക്ക് ബെഡ് റീച്ച് ആയി കഴിഞ്ഞാൽ അമ്മമാർ ബെഡ് എടുത്തോളും. ആൻഡ് ജസ്റ്റ് മാക്സിമം വില്ലേജ് കുറച്ച് മാറി ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് നിന്ന് വില്ലേജിൻ്റെ സൈഡിൽ നിന്ന് മാറിയിരിക്കുക. കാരണം അമ്മമാർ ബെഡ് എടുക്കാൻ ചാൻസ് ഉള്ളൂ. അതേ കണ്ട, ഈ പച്ച കാണിച്ച അമ്മമാർ ബെഡ് എടുത്താൽ കണ്ട അർത്ഥം. അടുത്തവനെ കൊണ്ടൊന്ന് കൊണ്ടുവരാം. അവൻ എന്താ ബെഡ് എടുക്കാതെ? അവനും ബെഡ് എടുത്തു. ഓക്കെ, സോ നമുക്ക് നൈറ്റ് ആക്കി കൊടുത്തേക്കാം. അമ്മമാർ നൈറ്റ് ആകട്ടെ.
ഓക്കെ, നൈറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരും കൂടെ ബെഡിൽ കയറും. കിടക്കൂ, ഗോ, കിടക്കൂ, പോകൂ. കിടക്കില്ല. ഓക്കെ, ഒരുത്തൻ കിടന്നു. ഇവനെന്താ കിടന്ന പ്രശ്നം? ഇവനെന്താ കിടക്കാൻ പറ്റില്ല? കിടക്കടോ, കിടക്കടാ. അടുത്തവനെടുക്കും, നീ പോയി അടുത്തവനെടുക്കും. ഏകദേശം അങ്ങനെ ഇങ്ങനൊന്നും വരത്തില്ല, കാരണം അതെന്തോ ഒരു ബഗ്ഗാണ്. പക്ഷെ ഇവന്മാരെ കയറി പോകുന്നതേ ഉള്ളൂ, കയറി കിടക്കുന്നില്ലല്ലോ. ഓക്കെ, ഇത്ര ഉള്ളു കാര്യം. ഇവന്മാരെ ഇങ്ങനെ ഒന്ന് കിടന്നുള്ളൂ. ഇയാൾക്ക് എന്തോ പ്രാന്താണ്. അവൻ എങ്ങോട്ട് കയറി പോണു? നിന്നെ സീറ്റൊക്കെ പോയി. നിന്നെ കളഞ്ഞു പോ. അയ്യോ, കണ്ട അഹങ്കാരി. ഇനിയിപ്പോ ഞാൻ ഇതൊന്നുകൂടെ വെക്കണ്ടേ? ഇയാളൊന്ന് കൊള്ളട്ടെ. ഓക്കെ, സോ നൈറ്റായി. ഐ മീൻ ഇവന്മാരകത്ത് കയറി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് രാവിലെ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. രാവിലെ ആക്കുക. അപ്പം ഇവർ രണ്ടുപേരും കൂടെ അകത്ത് കയറി പൊക്കോളും. ഇയാളെ വിട്ടേക്ക്. ഇയാളെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ബ്രെഡ് വേണം. ബ്രെഡാണ് മെയിനായിട്ട് ഇവന്മാര് ഫുഡ് ഇതായിട്ട് വരുന്നത്. കാരണം ബ്രീഡ് ആവാൻ വേണ്ടി അവർക്ക് ബ്രെഡ് രണ്ടും ഇല്ല ഇവിടെ അകത്ത്. ഉണ്ടുണ്ട്. അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഒരുത്തന്നെ പെട്ടെന്ന് പോയെന്ന് വിചാരിച്ചു. ഓക്കെ, ബ്രെഡ് എടുത്ത് ഇവന്മാർക്കിങ്ങനെ കൊടുത്തു കൊടുക്കുക. എടുത്തില്ല, അമ്മമാരെടുത്തില്ല. വൃത്തിട്ട് അമ്മമാര് ഒന്ന് വെയിറ്റ് നോക്കട്ടെ. ഓക്കെ, ഓക്കെ. എടുത്തിട്ട് താഴത്തെ കിട്ടിരിക്കുന്നു. 20 ബ്രെഡ് ആവുമ്പോൾ എടുത്തോണ്ട് പോടാ. 20 ബ്രെഡ് മാത്രം എടുത്തോണ്ട്. ബ്രെഡ് വേണ്ട ഇനി. ഞാൻ എടുത്ത് 20 എടുത്ത മാറിപ്പോയാ ഇനിയിപ്പം. കൊടുത്തോളാം. ഇതെന്തൊരു ഇങ്ങനെ? ഞാൻ ഒന്ന് ഇവിടെ നിക്കട്ടെ. അതിന്റെ അയ്യോ, അങ്ങനെ എടുക്കണം നിങ്ങളിപ്പം. ഇവിടെ അമ്മാരെടുക്കുന്നില്ല കേട്ടാ. ഷെഡായി, ഞാൻ ഷെഡായി. കൊന്നറിയാൻ വേണ്ടല്ല, അതാ സാധനം നേരത്തെ എടുത്തേ. അത് കാരണമാണ്. അത് കാരണം ഇത്രക്ക് ഇത് ആഴത്തെത്തിയത്. ഇതെന്തൊരു ഏറ്റി. ഓക്കെ, ഇപ്പൊ അമ്മരെടുത്ത് തിരിച്ചിടരുത്. ഓക്കെ, ഇനി അവന്മാരെ ബ്രീഡ് ആവേണ്ടതാണ്. അവന്മാര് തിരിച്ചിട്ടോ. ഓക്കെ, അവന്മാരെ ഇങ്ങനെ ഇട്ട് കളിച്ചോണ്ടിരിക്കും. പിന്നെ അവന്മാരെ കുറച്ച് ബ്രീഡ് ആവേണ്ടതാണ്. ഓക്കെ, ബ്രീഡ് ഇത്ര ഉള്ള പരിപാടി. ആൻഡ് ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു ഒരു ട്രാപ്പ് ഡോർ ബാക്കി ഉണ്ടാവും. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ താഴത്തോളം പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരെണ്ണം വെച്ചേക്കുക. ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. കാരണം കണ്ടില്ലേ, ചെക്കൻ വന്നാൽ നമുക്ക് ഇവനെ അടച്ചു കിട്ടണം. എന്നിട്ട് നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാൻ വേണ്ടി മാക്സിമം ഇവൻ ഓടി പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു മൈൻ കാർഡ് എടുത്ത് വെച്ച് കൊടുക്കുക. അവനവിടെ കയറുന്നതും അതാണ് ഇച്ചിരി കൂടെ എളുപ്പ പരിപാടി. ആൻഡ് അപ്പം അത്രയുള്ള എന്താ വീഡിയോ ഇച്ചിരി എളുപ്പം പറ്റില്ല. ഇച്ചിരി ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട. ആൻഡ് അതുപോലെ ഈ ബ്ലോക്ക് ഒന്ന് പൊടിച്ചോളാമേ, ഇല്ലെങ്കിൽ അവന്മാര് പുറത്തേക്ക് പിറ്റേ ദിവസം നൈറ്റ് കഴിയുമ്പോഴൊക്കെ അവന്മാര് പുറത്തേക്ക് ഇറങ്ങി പോവും. അപ്പം ബ്രെഡ് കൊടുത്തു നോക്കാം. അവൻ എടുക്കും നോക്കാം. എത്ര ആശ എടുക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എടുത്തു വെച്ചു. ചില അവന്മാരെടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ബ്രീഡ് ആവാൻ തോന്നുന്നില്ല അവന്മാര്. ഓക്കെ, നമുക്ക് പയ്യെ കൊടുക്കാം. കാരണം ലൈക്ക് ഈ ബ്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അവന്മാര് പയ്യത് കഴിയുമ്പം നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ ടൈമൊക്കെ ആകുമ്പോൾ അവന്മാര് ബ്രീഡ് ആയിക്കോളും. അതിങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും. അവന്മാര് കണ്ടിന്യൂസ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് സമയമുണ്ട്. സോ അപ്പൊ ഇത്രയുള്ള വീഡിയോ. ഇതുപോലെ നിങ്ങൾക്ക് എന്തോരം വേണം ഉണ്ടാക്കാം, ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്. ആൻഡ് അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിളിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ കൊടുക്കുക. കാരണം ഇതുപോലത്തെ ഒരു വീഡിയോ മലയാളത്തിൽ നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ചാൽ നിങ്ങൾ എന്തോരം തപ്പായാലും നിങ്ങൾക്ക് ഇത് കിട്ടൂല, മലയാളത്തിൽ കിട്ടൂല. കാരണം ഞാൻ വേറെ ഒരു ഇംഗ്ലീഷുകാരൻ്റെ ചാനലിൽ നിന്ന് എടുത്തോണ്ട് വരുന്നു. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലോണം ചാനൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനാണ്. ഞാൻ മിക്ക എൻ്റെ ട്യൂട്ടോറിയൽ ഗൈഡ് വീഡിയോസും പുള്ളിക്കാരനകത്താണ് ഞാൻ എടുക്കുന്നത്. ആൻഡ് അപ്പം ഇത്രയുള്ള വീഡിയോ. സോ ഈ സൈനിങ് ഓൺ, പീസ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.